ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഗറാറോ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കാണാം. നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഈ 2 പീസ് ഉണ്ടല്ലോ, നമ്മൾ അരഭാഗം മുതൽ മുട്ട് വരെയുള്ള അതാണിത്. അതുപോലെ തന്നെ മുട്ടിന് താഴെയുള്ള നെറി വെക്കാനുള്ള 2 പീസ്, അങ്ങനെ മൊത്തം 4 പീസാണ്. ആദ്യം ഞാൻ ഒരു വശത്തേക്കുള്ള തുണി എടുത്തുക്കാം. എന്നിട്ട് ഇങ്ങനെ ആദ്യം ഒരു തുണി എടുക്കുക. എന്നിട്ടത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ ഭാഗമാണ് നമ്മൾ നെറി വെക്കേണ്ടത്. അപ്പോൾ അതിന് നല്ല വശം മുകൾക്ക് വെക്കുക. എന്നിട്ട് ഈ തുണിയുടെ ഇതിൻ്റെ നല്ല വശവും ഈ നെറി വെക്കാനുള്ള തുണിൻ്റെ നല്ല വശവും ഒരുമിച്ച് വരിക. കണ്ട, ഇത് താഴോട്ട്. അപ്പം നല്ല വശവും ഒരുമിച്ച് വെച്ച് നമ്മൾ നെറിയിട്ട് കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് മാറ്റിട്ടോ, അല്ലാതെ പിന്നി പോവുള്ളൂ. ആദ്യം കുറച്ച് ഒഴിച്ചിട്ടിട്ട് പിന്നെ നെറി വെക്കുക. നെറി വെക്കാനുള്ള തുണി മുകളിൽ ഭാഗത്തേക്കാണ് വെക്കണത്. അങ്ങനെ ഒരു ഭാഗം ഞാൻ അടിച്ചു കേട്ടോ, ഒരു ഭാഗം അടിച്ചു. ഇനി ഞാൻ ഈ ഭാഗം കൂടി ഞാൻ അടിച്ചു വരാം കേട്ടോ. നല്ല വശം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കട്ടിങ് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ. ഇനി നമുക്ക് ഈ നെറി എടുക്കുന്നത് എങ്ങനെ മനസ്സിലാവണം വിചാരിച്ചെങ്കിൽ ഇതിൻ്റെ പകുതി നടുഭാഗം സെൻറ്റർ ഭാഗം ഏതാന്നുള്ളത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ തുണിയുടെ നെറി വെക്കാനുള്ള തുണിയുടെ സെൻറ്റർ ഭാഗവും കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ച് നമ്മൾ കട്ട് ചെയ്തില്ല, രണ്ടിനും കട്ട് ചെയ്തില്ല, ഈ ചെയ്ത ഭാഗം നമുക്ക് ഒരുമിച്ച് വെച്ച് ഇവിടുന്ന് നെറി ഇടൽ തുടങ്ങിയാൽ മതി. ഇന്ന് നമുക്ക് 2 ഭാഗത്തേക്കും ഒരേ നെറി ആയി വരും കേട്ടോ. മറ്റേത് ചിലർക്ക് തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതിന് ആവണ്ടെങ്കിൽ 2 വശം ഒരേ കട്ട് ചെയ്ത് രണ്ടിനും സെൻറ്റർ ഭാഗം ഒരുമിച്ച് വെച്ച് ഈ കട്ട് ചെയ്ത സെൻറ്ററിൽ നിന്ന് പിന്നെ നെറിയിടൽ തുടങ്ങിയാൽ കഴിക്കില്ല. ഇതിന് ഞാൻ നടുഭാഗത്തു നിന്നാണ് വെച്ച് നെറിയിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം ഒരു ഭാഗത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഈ നടുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് അടിച്ച് തുടങ്ങിയാൽ മതി.
അപ്പോൾ നമ്മൾ നടുഭാഗത്തു നിന്ന് ഒരു സൈഡ് വരെ അടിച്ചു. ഇനി ഈ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഈ തൽക്കന്ന് തന്നെ അടിച്ച് തുടങ്ങാം, നിറി വെച്ച് തുടങ്ങാം കേട്ടോ. നമുക്ക് നിറി പെട്ടെന്ന് നമുക്ക് കിട്ടും ചെയ്യും. നിറിയുടെ എണ്ണം 2 ഭാഗത്ത് ഒരേ സൈഡ് മലിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് 2 കാലിൻ്റെ ഭാഗവും അടിച്ചു. ഇപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇങ്ങനെ രണ്ടും അടിച്ചു. ഇനി എന്ത് വേണമെന്നാ നല്ല വശം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇതാ ക്രോച്ച് ഭാഗങ്ങൾ തമ്മിൽ യോജിക്കുക. ഇത് ഇവിടെ മുതൽ ഇതുവരെ അടിക്കുക. ഒരു ഭാഗം അടിച്ചു. ഇനി അതുപോലെ തന്നെ മറ്റേ വശവും ഏറെള്ളൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെ ഇപ്പോൾ 2 വശവും ക്രോച്ച് ഭാഗം വരെ അടിച്ചു. ഇനി ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ നിർത്തി പിടിക്കുക. ഇങ്ങനെ നിർത്തി പിടിക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം അരവണ്ണം ഇലാസ്റ്റിക് വെക്കട്ടോ. ആദ്യം അരവണ്ണത്തിന് ആദ്യം ചെറിയൊരു മടക്കുക. എന്നിട്ട് അത് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ ഈ അരുവ് കൂടെ അടിച്ചാൽ മതി. എന്നാൽ നമുക്ക് ഇലാസ്റ്റിക് വെക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും കേട്ടോ. ഈ അരുവ് കൂടെ റൗണ്ട് അടിയാവുമ്പോൾ നമുക്ക് പിന്നെ ഓപ്പൺ അല്ലാത്ത ഭാഗത്ത് കൂടെ അടിക്കണം നല്ലത്. മനസ്സിലാവണില്ലേ? ഈ അരുവ് കൂടെ അങ്ങനെ അടിക്കുക. ഇതിലടിക്കരുത്, ഇതിലടിക്കുക. ആദ്യത്തെ അടി കേട്ടോ. ആദ്യക്ക് ഒരു ചെറിയൊരു മടക്കുമ്പോൾ ആ മടക്കിയ ഭാഗത്ത് കൂടെ അങ്ങനെ നമ്മൾ
ഈ ഭാഗമൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എത്ര അളവുണ്ട് നോക്കട്ടോ. ഒരു കട്ടിൻ്റെ അവിടുന്ന് പിടിക്കുക. ഫുള്ളായിട്ട് എത്ര ഉണ്ടോ നോക്കുക. അരവണ്ണത്തിൻ്റെ അളവ് എത്ര ഉണ്ടോ നോക്കുക. 29 ഉണ്ട്. അപ്പം ഇനി നമ്മൾ എന്ത് വേണമെന്നാ 29-ന്ന് 29 ഇങ്ങനെയാണ്. ഇതിൽ നിന്ന് നമ്മൾ 5 ഇഞ്ച് കുറക്കുക. 29, 29, 28, 27, 26, 25, 25 അളവ് ഇലാസ്റ്റിക് എടുക്കുക. 5 ഇഞ്ച് കേട്ടോ. നമ്മൾ അരവണ്ണത്തിലാറെ 5 ഇഞ്ച് കുറച്ച് ഇലാസ്റ്റിക് എടുക്കുക. കാരണം ഇലാസ്റ്റിക് നല്ല വണ്ണം ഉണ്ടായാൽ കുറച്ച് ദിവസം ഇടുമ്പോൾ തന്നെ 29-ന്ന് 5 പോയാൽ എത്ര 29 നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ 29 വേണ്ട, 28, 27, 26, 25, 24 കേട്ടോ. കാരണം 5 ഇഞ്ച് പറഞ്ഞാൽ 1, 2, 3, 4, 5 1, 2, 3, 4, 5 5 ഇഞ്ച് കുറച്ച് 24 മക്ക് എടുക്കുക. 24 ഇഞ്ച് ഇലാസ്റ്റിക് ഞാൻ എടുക്കുക. എല്ലാവരും ഇലാസ്റ്റിക്കിൻ്റെ വീതി എത്ര വെച്ചെങ്കിൽ എല്ലാവരും നോക്കിയിട്ട് വേണം കേട്ടോ. ഇവിടെ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്, 1.5 ഇഞ്ചിൻ്റെ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണിത് കേട്ടോ. ഇതാ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 29 അരവണ്ണം ഉണ്ടായപ്പോൾ അടിച്ച് വന്നപ്പോൾ 29 അപ്പോൾ അതിൻ്റെ അരവണ്ണം ഉള്ളിൽ നമ്മൾ ഇങ്ങനെ വെച്ചത്. ഇനി എന്ത് വേണമെന്നാ ഈ ഇലാസ്റ്റിക് തട്ടാത്ത നിലയിൽ ഇത് വെക്കുക. ഇലാസ്റ്റിക് തട്ടാത്ത നിലയിൽ ഇലാസ്റ്റിക് തട്ടാ ഒരു പോയിൻ്റ് കേട്ടോ. കൂടുതലായിട്ട് നേരെ ഇടരുത്. ഒരു പോയിൻ്റ് ഇലാസ്റ്റിക്കുമ്പോൾ തട്ടാതെ അടിക്കണം. ഒരിക്കലും ഇലാസ്റ്റിക്കുമ്പോൾ തട്ടരുത് കേട്ടോ. തട്ടിയാൽ ഇലാസ്റ്റിക് വലിക്കാൻ കഴിയൂല. അതിന് മുന്നേ നമ്മൾ ഇവിടെ ഒന്ന് കൂട്ടി അടിക്കണം കേട്ടോ. അതിനാൽ ആദ്യം നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് നമ്മളിവിടെ ഒന്ന് കൂട്ടി അടിക്കണം. അതിനാൽ ഇലാസ്റ്റിക് നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് ഇലാസ്റ്റിക് ഊരിപ്പോരും. ഇനി ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരു പോയിൻ്റ് വിട്ടിട്ട് അടിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് അടിക്കുമ്പോൾ ഇലാസ്റ്റിക് നമുക്ക് വലിപ്പമില്ലാതാവുമല്ലോ. കാരണം അരവണ്ണത്തിൻ്റെ അത്ര ഇലാസ്റ്റിക് ഇല്ലല്ലോ. അതിന് നമ്മൾ എന്ത് വേണം, ഇലാസ്റ്റിക് വലിച്ചു കൊടുക്കണം. അതിനാണ് നമ്മൾ ഇലാസ്റ്റിക്കുമ്പോൾ തട്ടാതെ അടിക്കാമെന്ന് പറഞ്ഞ് വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇത് എത്തണില്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് ചുറ്റി കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഇലാസ്റ്റിക് അടിച്ചു. ഇനി നമ്മൾ എന്ത് വേണമെന്നാൽ ഈ ഇലാസ്റ്റിക് മറിയാതിരിക്കാൻ അതിൽ നമ്മൾ നടുവ് കൂടെ ഒരു അടി അടിക്കണം. അങ്ങനെ അടിക്കുമ്പോൾ നമ്മളിങ്ങനെ വലിച്ച് പിടിച്ചു കൊടുക്കണം. രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ബാക്കും മുന്നിക്കും വലിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇലാസ്റ്റിക് വെച്ചു. ഇനി നമ്മൾ ഇത് ഒന്നായിട്ട് രണ്ട് വശത്തതും കൂട്ടി അടിച്ചു കൊടുക്കണം. അതിന് നമ്മൾ രണ്ട് ക്രോച്ച് ഭാഗവും നടുഭാഗവും ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ഒരു നടുവിൽ നിന്നാണ് അടിക്കുക. എന്നാൽ ഈ അടിഭാഗം ഒപ്പം വരണം, ഒരേ ലെവൽ വരണം. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നടഭാഗം പെട്ടെന്ന് പൊട്ടിപ്പോകും. അതിന് നമ്മൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് മാറിപ്പോകാതിരിക്കാൻ നല്ലത് നടുവിൽ തന്നെ അടിക്കൽ തുടങ്ങിയാൽ മതി. തുടക്കക്കാരൊക്കെ ആകുമ്പോൾ അതാണ് നല്ലത്. പിന്നെ പഠിച്ചതിനൊക്കെ കുറച്ചൊക്കെ ലെവലായോലാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഇതാക്കാം. അങ്ങനെ നമ്മൾ രണ്ട് വശവും അടിച്ചു. ഇനി തിരിച്ചിട്ട് നല്ല വശം തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. വലിയവർക്ക് ചെറിയവർക്കൊക്കെ ഇതാക്കാം. അപ്പോൾ ഈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. കട്ടിങ് അറിയാത്തവർ കട്ടിങ് വീഡിയോ കാണുക. അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ബൈ.